ഫ്രണ്ട്സ്, നല്ലതുപോലെ പഴുത്തു തുടുത്ത ഈ പപ്പായ കൊണ്ട് നല്ല ടേസ്റ്റി ജാം ഉണ്ടാക്കിയെടുക്കാം. ഒരു 1.5 കിലോയോളം തൂക്കം വരുന്ന പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അത് ചെത്തിയെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി പപ്പായ ഇതുപോലെ മുകളിലും താഴെയും കുറച്ച് ഭാഗം ചെത്തിക്കളയണം. എന്നിട്ട് പീലർ ഉപയോഗിച്ച് ഇതുപോലെ ചെത്തിക്കളഞ്ഞെടുത്താൽ വളരെ എളുപ്പമാണ്. പപ്പായ കട്ട് ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വേസ്റ്റ് ആകാതെ എളുപ്പത്തിൽ കട്ട് ചെയ്യാനും പറ്റും. ഇതുപോലുള്ള നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലൂടെ ചെറിയ ചെറിയ വീഡിയോകളിലാക്കി കാണിച്ചിട്ടുണ്ട്. ഒന്ന് കയറി കാണണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് കാണണേ. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അടിച്ചെടുത്ത പപ്പായ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റോളം ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്ക് പപ്പായ തെറിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ചെറിയ തവിയൊക്കെ മാറ്റി വലിയ തവി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായത് ഇട്ട് കൊടുക്കാം. ഈ പപ്പായയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തില്ല. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തുള്ളൂ. പപ്പായയ്ക്ക് മധുരം കുറവാണ്, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. പഞ്ചസാരയെല്ലാം മെൽറ്റായി ഒരു 5 മിനിറ്റും കൂടി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ തൊടികളിലൊക്കെ കൂടുതൽ പപ്പായ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. നല്ലപോലെ പഴുത്തതാകുമ്പോൾ കഴിക്കാനും പാടാ. ജാമാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാവും. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിനീര് ഒഴിച്ചു കൊടുക്കാം. ജാമിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ ഇഞ്ചിനീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഇനി കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. തിളച്ച് പുറത്തേക്ക് പോകുന്നതൊക്കെ നിന്ന് കഴിയുന്ന ഒരു സമയത്താണ് ഇഞ്ചിനീര് ഒഴിച്ചു കൊടുക്കുന്നത്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചിനീരെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ. കുറച്ചുകൂടി കട്ടിയായി തുടങ്ങുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. തിക്നെസ് കൂടി കിട്ടാൻ വേണ്ടിയാണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ജാം ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒരു 40 മിനിറ്റോളം വേണ്ടി വരുവേ. കൈവിടാതെ ഇളക്കി ഏകദേശം കുറുകി വരുന്ന പരുവാകുമ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് ഒരു 1/4 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതില്ലെങ്കിലും ജാമിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പപ്പായ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നല്ല ജാമിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ തിക്നെസ് ആയി കഴിയുമ്പോൾ വാങ്ങിയെടുത്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ജാമാണ്. ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം.